ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. താങ്കളുടെ പ്രതികരണം, അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? മെട്രോ റെയിലിന്റെ ഇന്നത്തെ ഉദ്ഘാടന യാത്രയിൽ ഞാൻ അതിക്രമിച്ചു കിടന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള യാത്രാ പരിപാടികൾ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അത് സംബന്ധിച്ച് ആരൊക്കെയാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് അവിടെ നിന്നും കേരള ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്റെ പേരുണ്ട്. ഇന്നലെ അവർക്ക് ലഭിച്ച ലിസ്റ്റിൽ ആ പേരുള്ളതാണ്. എന്നിട്ടും ഈ വിവാദം ഇങ്ങനെ ഉണ്ടാക്കുന്നത് മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഇന്നുണ്ടായിരിക്കുന്ന സൽപ്പേര്, വ്യാപകമായി ഉണ്ടായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ലഭിച്ചിരിക്കുന്ന പിന്തുണയും തന്മൂലം സംഭവിച്ചിരിക്കുന്ന അതിന്റെ പ്രഭയും ഒക്കെ കെടുത്തി വിലയിടിച്ച് കാണിക്കാൻ, വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഇരുന്നത് പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ ഒപ്പമാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നയാളാണ്. മാത്രവുമല്ല, ചീഫ് സെക്രട്ടറി ഉണ്ട്, IG ഉണ്ട്, DIG ഉണ്ട്, DGP ഉണ്ട്. ക്രമസമാധാന നിലയുടെ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുമതല വഹിക്കുന്ന എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അവരല്ലേ തടയേണ്ടത്. അപ്പോൾ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീഴ്ചയുണ്ടായാൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി തന്നെയല്ലേ. അപ്പം ഞാൻ യാത്ര ചെയ്തതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എന്താണ്. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇതൊരു വിവാദമുണ്ടാക്കി ഇതിന്റെ പ്രഭ കെടുത്താൻ വേണ്ടി ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കരങ്ങളിലെ വെറും പാവയായി കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവർ വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം താങ്കളും ഉണ്ടാകുമെന്ന് PMO നേരത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അറിയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാം. അവരുടെ കൈവശം ഇതിന്റെ എല്ലാ രേഖകളും ഉണ്ട്. സർക്കാർ നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പ്രോട്ടോകോൾ പാലിക്കേണ്ടവർ ഇതിനൊപ്പം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആദ്യം വിവാദം ഉയരുകയും ചെയ്തു. ആ ഘട്ടത്തിൽ താങ്കളുടെ പേര് ഈ ലിസ്റ്റിൽ ഉയർന്നു കേട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകാനുള്ള സാഹചര്യം. അല്ല, എന്റെ പേര് അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ എനിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി വേറെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. എന്റെ പേരുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആർക്കെങ്കിലും വെറുതെ അതിക്രമിച്ച് കിടക്കാൻ പറ്റൂ? മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ലേ, അദ്ദേഹത്തോടൊപ്പം ചീഫ് സെക്രട്ടറി ഉണ്ട്, IG ഉണ്ട്, DIG ഉണ്ട്, DGP ഉണ്ട്, എത്രയോ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടേക്ക് വെറുതെ ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റൂ? അപ്പൊ അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സുരക്ഷ സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ സന്നാഹങ്ങളോ ഇല്ലാതിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ. അങ്ങനെ സംഭവിക്കൂ? ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ഞാൻ പോയത് വ്യക്തമായി എനിക്ക് അറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ്, എന്റെ പേരവിടെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SPGയോ കേരള പോലീസോ ആരും എന്നെ തടയാതിരുന്നതും. എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരികയാണ് ചെയ്തത്. ഈ പേരുണ്ടെന്ന് അറിയിച്ചതാരാണ്? സംസ്ഥാന സർക്കാരാണോ അതോ PMOയുടെ ഓഫീസ് നേരിട്ട് അറിയിക്കായിരുന്നു? PMOയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്, കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. അവരാണല്ലോ ഇത് സംബന്ധിച്ചുള്ള. എനിക്ക് കേരള ഗവൺമെന്റിന്റെ വക ഒരു വണ്ടിയാണ് യാത്ര ചെയ്യാൻ തന്നു. പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള വാഹനം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അവരാണ്. ഞാനതില് പ്രധാനമന്ത്രിയുടെ വാഹനത്തെ തൊട്ടു പിന്നാലെ ഉള്ള മോട്ടോർ കേഡിൽ ഞാനുണ്ട്. അപ്പൊ ഇതൊക്കെ ആരാ സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു? ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കടകംപള്ളി സുരേന്ദ്രൻ വെറുതെ പച്ചക്കള്ളം അത് ഒരു വാസ്തവത്തിൽ ഇതിന്റെ പ്രഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ കരങ്ങളിലെ വെറും കരുവായി അദ്ദേഹം മാറുകയാണ്. മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഈ കാര്യത്തിൽ? ഇല്ല. അല്ല, പ്രതികരിക്കട്ടെ. അല്ല, അദ്ദേഹം പ്രതികരിക്കട്ടെ. അദ്ദേഹമാണ് ഇതിന്റെ ഉത്തരവാദി. ഈ കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ യാത്ര ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ സ്വീകരിക്കുമ്പോൾ എയറോഡ്രോമിലുണ്ടായിരുന്നല്ലോ. യാത്രയാക്കുന്ന സന്ദർഭത്തിലും പ്രധാനമന്ത്രിയുടെ യാത്രയാക്കാനായിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഈ ഭാരതം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റിന് പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്ത് പോകുന്നത് വലിയ വിവാദമാണ്. അനുവാദമില്ലാതെ ഒരു പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പമല്ലേ യാത്ര ചെയ്യുന്നത്.
അദ്ദേഹത്തോടൊപ്പമാണല്ലോ ഇത്ര യാത്ര ചെയ്ത് നടന്നു പോയതും എല്ലാ കാര്യങ്ങളും ഒക്കെ പങ്കെടുത്തു. അദ്ദേഹത്തിന് എന്തെങ്കിലും മെട്രോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ യാത്രയിൽ താൻ അതിക്രമിച്ചു കടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ലിസ്റ്റിൽ തന്റെ പേരുണ്ടെന്നും ഇത് കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരിക്കുന്നത്.